കാരണം ഈ ഒരു വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാരും പഠിച്ചു വെച്ചിരിക്കുന്നത് സ്റ്റിയറിംഗും ഗിയറും പഠിച്ചാൽ ഡ്രൈവർ ആയെന്നാണ്. എന്നാൽ സ്റ്റിയറിംഗും ഗിയറും ആണോ പഠിക്കേണ്ടത്? ഇപ്പോൾ ഞാനിത് പറഞ്ഞ ഈ 5 എണ്ണത്തിൽ എന്താണ് കൂടുതലായിട്ട് നമ്മൾ പഠിക്കേണ്ടതെന്ന് വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്പർശനം ഇല്ല, പിന്നെ ബന്ധമില്ലല്ലോ. അപ്പൊ ആ സ്ഥലത്ത് നമുക്ക് കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുമെങ്കിൽ തനിയെ വാഹനം ഓടിക്കുവാൻ പേടി അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടുപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസിന് ശേഷം നിങ്ങളുടെ പ്രാക്ടീസിന് വല്ല പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം 70 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലൈസൻസ് കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ട് നമ്മൾ പേടിച്ചിരിക്കുന്നു? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ ജില്ല ഏതാണ്ട് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു 15 മിനിറ്റ് ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാർ ഡ്രൈവിംഗ് പഠിച്ചിരിക്കും. അപ്പൊ ഈ ഒരു 15 മിനിറ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഞാനിത് തുടക്കക്കാർക്ക് വേണ്ടിയും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയും മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന ഒരു വാഹനത്തിൽ കയറിയിരുന്ന് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങളൊരു വാഹനം എടുത്തിരിക്കും. അല്ല അങ്ങനെ പറഞ്ഞിട്ടും എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്താൽ മതി, എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും. അതിനെപ്പറ്റിയുള്ള വീഡിയോ ആണ്, നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. കാരണം നമുക്കൊരു ഷെയറിങ് ആണല്ലോ. പലരും ലൈസൻസ് കയ്യിലുണ്ടായിട്ടും വാഹനം വീട്ടിലുണ്ടായിട്ടും സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാൻ അവർക്ക് പറ്റുന്നില്ല പേടിച്ച്. അപ്പൊ എന്തെല്ലാമാണ് ചെയ്യേണ്ടെന്ന് കൃത്യമായിട്ട് ഒരു ഐഡിയയോ ധാരണയോ ഇല്ലാത്തത് കൊണ്ടാണ് ആ പേടികൾ ഉണ്ടാകാനുള്ള കാരണം. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ തന്നെ അവർക്കൂടെ ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഷെയർ കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വാഹനം ഓടിക്കുവാൻ വേണ്ടിയിട്ട് ഒരു വാഹനത്തിനുള്ളിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമുക്കൊരു സ്റ്റിയറിംഗ് വേണം, ക്ലച്ച് വേണം, ബ്രേക്ക് വേണം, ആക്സിലേറ്റർ വേണം, ഗിയർ വേണം. ഓട്ടോമാറ്റിക് വണ്ടിയാണെങ്കിൽ ബ്രേക്ക്, സ്റ്റിയറിംഗ്, ആക്സിലേറ്റർ, ഗിയർ. ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ ഈ സംഭവങ്ങളൊക്കെ എന്താണെന്ന് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ സാധനങ്ങളൊന്നും കാണിച്ചു തരാത്തത്. അങ്ങനല്ല, എനിക്ക് എല്ലാ കാര്യങ്ങളും കാണിച്ച് വ്യക്തമാക്കി പറഞ്ഞു തരാമെന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്തും കാണിച്ചും നിങ്ങൾ മനസ്സിലാക്കി തരുന്നതായിരിക്കും. ഇത്രയും സാധനമാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഇതൊരു സ്റ്റിയറിംഗും ഇതൊരു ക്ലച്ച് ഇതൊരു ബ്രേക്കും ഒരു ഗിയറും അത് ബ്രേക്കും ആണെന്ന് മാത്രം അറിഞ്ഞുകൊണ്ടൊരു കാര്യമില്ല. അത് എന്തിനൊക്കെയാണ്, എപ്പോഴൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുകയും പഠിക്കുകയും വേണ്ടത്. നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് തിരിക്കേണ്ടതുണ്ട്. അപ്പൊ സ്റ്റിയറിംഗിന്റെ ഉപയോഗം എന്തിനാണെന്നും ക്ലച്ചിന്റെ ബ്രേക്കിന്റെ ഗിയറിന്റെ ഉപയോഗങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. അല്ലാതെ നമ്മൾ ഇത് സ്റ്റിയറിംഗ് ആണോ ക്ലച്ചാണോ ബ്രേക്കാണോ മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. സ്റ്റിയറിംഗ് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട്? നമുക്കൊരു സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് തിരിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാരും പഠിച്ചു വെച്ചിരിക്കുന്നത് സ്റ്റിയറിംഗും ഗിയറും പഠിച്ചാൽ ഡ്രൈവർ ആയെന്നാണ്. എന്നാൽ സ്റ്റിയറിംഗും ഗിയറും ആണോ പഠിക്കേണ്ടത്? ഇപ്പോൾ ഞാനിത് പറഞ്ഞ ഈ 5 എണ്ണത്തിൽ എന്താണ് കൂടുതലായിട്ട് നമ്മൾ പഠിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സ്റ്റിയറിംഗും ഗിയറും ആണോ പഠിക്കേണ്ടത്, ഈ 5 എണ്ണത്തിൽ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത്. അപ്പം അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണുക. നമുക്ക് സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോൾ തിരിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ സ്റ്റിയറിംഗിൽ തൊടാതിരുന്നാൽ അതിനകത്ത് ബന്ധമില്ല. ഞാൻ ആ സ്റ്റിയറിംഗിൽ തൊട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, കണ്ടില്ലേ, വീൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ സ്റ്റിയറിംഗിൽ വിട്ട് കഴിഞ്ഞാലോ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമുക്ക് സ്റ്റിയറിംഗിൽ തൊട്ടാൽ നിൽക്കുവോ വണ്ടി? ഇല്ല. നമുക്ക് ഈ സ്റ്റിയറിംഗിൽ തൊട്ടാൽ വണ്ടിക്ക് സ്പീഡ് കൂടുമോ? ഇല്ല. ഈ സ്റ്റിയറിംഗിൽ തൊട്ടാൽ നമുക്ക് ഗിയർ ഇടാൻ പറ്റുമോ? ഇല്ല. ഈ സ്റ്റിയറിംഗിൽ തൊട്ടാൽ നമുക്ക് സ്ലോ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ അതിൽ കൂടുതൽ നമുക്ക് ഡ്രൈവിംഗ് എന്തിനാ? അപ്പൊ നമുക്ക് സ്റ്റിയറിംഗിന്റെ ഉപയോഗം എന്തിനു മാത്രമേ ഉള്ളൂ? തിരിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ
സ്റ്റിയറിംഗ്. കാരണം ഈ ഒരു വീഡിയോ കണ്ടു വെച്ചിരിക്കുന്ന ആൾക്കാർ മുഴുവനും അവരെ ആശ്രയിക്കുന്ന ഏറ്റവും കൂടുതൽ പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന എന്തിനായിരിക്കും? സ്റ്റിയറിംഗിനെ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഗിയർ എന്തിനായിരിക്കും? ഗിയർ നമുക്ക് ഫസ്റ്റ് ആണെങ്കിലും ഗിയർ ആണ്, സെക്കൻഡ് ആണെങ്കിലും ഗിയർ ആണ്, റിവേഴ്സ് ആണെങ്കിലും ഗിയർ ആണ്. അപ്പൊ നമുക്ക് ഗിയർ എന്തിനു വേണ്ടിയിട്ടാ? ഗിയർ ഇടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ആ ഗിയർ ഇട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു വണ്ടി തിരിക്കാൻ കഴിയത്തില്ല. ആ ഗിയർ ഇട്ടുകൊണ്ട് മാത്രം നമുക്കൊരു വണ്ടിക്ക് സ്പീഡ് കൂട്ടാൻ പറ്റത്തില്ല. ആ ഒരു ഗിയർ ഇട്ടുകൊണ്ട് മാത്രം നമുക്കൊരു സ്ലോ ചെയ്യാൻ കഴിയത്തില്ല. ആ ഒരു ഗിയർ ഇട്ടുകൊണ്ട് മാത്രം നമുക്ക് എടുക്കാൻ കഴിയത്തില്ല. അപ്പൊ ഗിയർ എന്തിനാ? ഗിയർ ഇടാൻ. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ആക്സിലേറ്റർ എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് ആക്സിലേറ്റർ ഞാൻ കാല് തൊട്ടാൽ നമുക്കൊരു സ്പർശനം ഉണ്ടല്ലേ ബന്ധമുള്ളെന്ന് പറയുന്നത് പോലെ ആക്സിലേറ്റർ ഞാൻ തൊട്ടാൽ എന്ത് മാത്രമേ സംഭവിക്കത്തുള്ളൂ? സ്പീഡ് കൂടുക മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ അതിൽ നിന്ന് കാലെടുത്തു കഴിഞ്ഞാലോ അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ ആക്സിലേറ്റർ ഞാൻ കാല് വെച്ചാൽ എന്താ സംഭവിക്കുക? സ്പീഡ് കൂടും. ഇത് കണ്ടില്ലേ, ഞാനിപ്പം ആക്സിലേറ്ററിൽ നിന്ന് കാല് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബന്ധം ഇതിലില്ല. പക്ഷെ ഞാൻ ആക്സിലേറ്ററോട്ട് കാലൊന്ന് ചെറുതായിട്ടൊന്ന് തൊട്ട് വെച്ചാലോ അത് സ്പീഡ് കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കത് സ്ലോ ചെയ്യാനും അതിനകത്ത് കഴിയത്തില്ല. അപ്പം ആക്സിലേറ്റർ നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ തിരിക്കാൻ കഴിയത്തില്ല. ആക്സിലേറ്റർ ചവിട്ടിയാൽ ഗിയർ ഇടാൻ കഴിയത്തില്ല. ആക്സിലേറ്റർ ചവിട്ടിയാൽ സ്ലോ ആക്കാൻ പറ്റത്തില്ല. ആക്സിലേറ്റർ ചവിട്ടിയാൽ വേറെ ഒന്നും പറ്റത്തില്ല. എന്തിനു മാത്രമേ പറ്റുള്ളൂ? സ്പീഡ് കൂട്ടാൻ മാത്രമേ പറ്റത്തുള്ളൂ. എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്പർശനം ഇല്ല, പിന്നെ ബന്ധമില്ലല്ലോ. അപ്പൊ ആക്സിലേറ്റർ നമുക്ക് സ്പീഡ് കൂട്ടാൻ. എന്ന് പറഞ്ഞതുപോലെ ബ്രേക്ക് എന്തിനാണ്? നമ്മൾ ബ്രേക്കിൽ നമ്മൾ കാല് വെച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെല്ലാം നമ്മുടെ കാല് ബ്രേക്കിൽ ഉണ്ടാകണം. അതേപോലെ തന്നെ വാഹനം നമുക്ക് ചിലയിടത്ത് നിർത്തേണ്ട ആവശ്യം വരുന്നില്ല, സ്ലോ ചെയ്യാനുണ്ടാവും. അപ്പോഴും നമ്മൾ ബ്രേക്കിലാണ്, നമ്മളല്ലാതെ സ്റ്റിയറിംഗിലല്ല, ഗിയറിലല്ല, ആക്സിലേറ്ററിലല്ല, ബ്രേക്കിൽ നമ്മൾ സ്ലോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നിർത്തുന്ന സമയത്തും സ്റ്റിയറിംഗും കൊണ്ടല്ല, ഗിയറും കൊണ്ടല്ല, ആക്സിലേറ്ററും കൊണ്ടല്ല, ബ്രേക്കിലാണ്. അപ്പൊ നമുക്ക് സ്ലോ ചെയ്യാനും നിർത്താനുമാണ് നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ക്ലച്ച് നമുക്ക് ന്യൂട്രാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലച്ച് ചവിട്ടിയാൽ നമുക്ക് ന്യൂട്രാക്കാൻ കഴിയുള്ളൂ. അല്ല നമ്മൾ സ്റ്റിയറിംഗെ പിടിച്ചാൽ നമുക്ക് ന്യൂട്രാകത്തില്ല. ബ്രേക്ക് ചവിട്ടിയാൽ മാത്രം ന്യൂട്രാകത്തില്ല. ആക്സിലേറ്റർ ചവിട്ടിയാലും ന്യൂട്രാകത്തില്ല. ഇത് പറയാനുള്ള കാരണം ലിവറയിലോ സ്വിച്ചിലോ പിടിച്ചാലും നിൽക്കത്തില്ല. അപ്പൊ ഈ 5 എണ്ണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഓരോന്ന് ചെയ്താലേ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ ഈ 3 എണ്ണത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് ന്യൂട്രാക്കാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ ന്യൂട്രാക്കി അതിനുശേഷം നമുക്ക് ചില വാഹനങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ക്ലച്ചിന്റെ ആവശ്യമുണ്ട്. എന്നാൽ എല്ലാ വാഹനവും വേണ്ട. പഴയ വാഹനങ്ങൾക്കൊന്നും നമുക്ക് ക്ലച്ചിന്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ ന്യൂട്രാക്കിയാലും ന്യൂട്രാണ്, ക്ലച്ച് ചവിട്ടിയാലും ന്യൂട്രാണ്. അപ്പം ന്യൂട്രാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ചില വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനും ക്ലച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗിയർ ഇടാൻ നേരം നമ്മൾ ക്ലച്ചിന്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ വണ്ടി മൂവ് ചെയ്യണമെങ്കിലും ക്ലച്ച് നമ്മൾ കാല് മൂവ് ആക്കുന്നതിന്റെ അനുസരിച്ചാണ് വണ്ടി മൂവ് ആകുന്നത്. അതുപോലെ തന്നെ വണ്ടി സ്ലോ ആക്കാൻ നേരം ബ്രേക്കിന് പോലെ തന്നെ നമ്മൾ ക്ലച്ചും നമ്മൾ സ്ലോ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം നമ്മൾ പതിയെ വീട്ടിൽ നിന്നൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് ഇല്ലാതെ നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ക്ലച്ചിൽ നിന്ന് എടുക്കാതാണ്, നമ്മൾ സ്ലോയിലാണ് എന്ത് ചെയ്യുന്നത്? ക്ലച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ വണ്ടി മുൻപോട്ട് നീക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം സ്ലോ ചെയ്യാൻ നമുക്ക് ക്ലച്ചിന്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നിർത്താൻ നേരം നമ്മൾ ബ്രേക്കിൽ മാത്രമേ, ക്ലച്ചിലാണ് നമ്മൾ ചവിട്ടിയാലേ നമുക്ക് വാഹനം ഓഫ് ആകാതെ നിർത്താൻ കഴിയുന്നുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് ചെയ്താലേ എന്ത് ചെയ്യത്തുള്ളൂ? നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. കാരണം ഇത്രയും സാധനങ്ങൾ ഇന്നതിനൊക്കെ അടങ്ങുന്നതാണ്, ഇന്നതിലൊക്കെ ഇത്രയും കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ഓടിക്കാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതലായിട്ടും നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം സ്റ്റിയറിംഗ് ആണോ അതോ ക്ലച്ച് ആണോ? അപ്പൊ നിങ്ങൾ അതിന്റെ കമന്റ് ആയിട്ട് നിങ്ങൾ തന്നെ രേഖപ്പെടുത്തുക. വീഡിയോയുടെ താഴെ വന്നിട്ട് കമന്റ് ചെയ്യുക. കൂടുതലായിട്ട് മെയിനായിട്ട് എല്ലാം പഠിക്കണം എന്ന് പറഞ്ഞാലും നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇപ്പൊ എന്തിനും നമ്മൾ ഒരു കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനെ പറ്റിയായിരിക്കണം നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ വന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എന്താണ് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചു വെക്കേണ്ടത്. അപ്പം അതുമായിട്ടൊരു ബന്ധം നമുക്ക് കൂടുതലായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആ വണ്ടി കൊണ്ട് നിർത്താൻ പറ്റാതെ വന്നിരുന്നതും അതുപോലെ തന്നെ എടുക്കുന്ന സമയത്തും കൃത്യമായിട്ട് എടുക്കാൻ കഴിയാതെ വരുന്നതും അതുമായിട്ടുള്ള ബന്ധമില്ലാത്തത് കൊണ്ടാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അത് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട്, അല്ലെ ഇന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് ആ കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാനിത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോയുടെ ഒക്കെ താഴെ കമന്റ് ആയിട്ട് വന്ന് രേഖപ്പെടുത്താം. ഞാൻ പിന്നെ അറിയാവുന്നവരൊന്നും ഈ ഒരു വീഡിയോ കാണുന്നില്ല. കാരണം അറിയാവുന്നവർക്കല്ല ഈ കാര്യങ്ങളെല്ലാം അറിയാം. കാരണം ഇത്രയും കാര്യം ഞാൻ പറഞ്ഞാൽ അത് തെറ്റൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വന്ന് കമന്റ് ആയിട്ട് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനകത്തൊക്കെ തെറ്റാണ്, അത് പറഞ്ഞെന്നുണ്ടെങ്കിൽ തെറ്റായിട്ട് പറയാൻ തരാം. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയമാണ് നിങ്ങൾ ചോദിക്കാം. ഇന്ന് നിങ്ങൾക്ക് എന്താ യൂസ്ഫുൾ ആയെന്നുള്ളതും
ആ കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.